2025 കണ്ണൂർ കോർപ്പറേഷൻ ബജറ്റിൽ പ്രഖ്യാപിച്ചതും കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ആദ്യത്തേതുമായ നഗരശ്രീ പുരസ്കാര വിതരണം നടന്നു. ഇത്തവണ ആരോഗ്യമേഖലയിൽ ചരിത്രപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ഡോക്ടർ വേണുഗോപാലാണ് അർഹനായത്. കെ സുധാകരൻ എം പി പുരസ്കാരം സമ്മാനിച്ചു. മനുഷ്യന്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉൾക്കൊണ്ടുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് അവന്റെ മനസ്സിനെ കരുത്തു പകരാൻ സാധിക്കുള്ളൂ, ആ രോഗം മാറ്റാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ആ ഒരു ധർമ്മം നിർവഹിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഡോക്ടർ വേണുഗോപാലിന്റെ ഡോക്ടേഴ്സ് കുടുംബം. നാട്ടിലെ എല്ലാ ആളുകൾക്കും എപ്പോഴും വിവരിച്ചെല്ലാം നിസ്സാരമായ കാശ് വാങ്ങി അതെല്ലാം ചികിത്സിച്ചു വിട്ടിരുന്ന ഒരു വലിയ കുടുംബ ഡോക്ടർമാരുടെ തറവാടിത്തം എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ വേണുഗോപാലും ജീവിതത്തിൽ തുടരുന്നു എന്നത് ഈ നാടിൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. നിങ്ങൾ ഇത്രയും ആളുകൾ സംഘടിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് എന്തു കാര്യം, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നു? ഈ ആദരവ് കാണാൻ നിങ്ങൾ വന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടാണ്, അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ടാണ്, അവരുടെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടാണ്, അദ്ദേഹത്തിന് വൈദികമായ ചികിത്സയുടെ ഗുണഫലം കൊണ്ടാണ്. അതിനെല്ലാം വേണ്ടി കരുത്തു പകരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ വേണുഗോപാൽ ഇനിയും നമ്മുടെ മുമ്പിൽ അനശ്വരനായ ഒരുപാട് വർഷക്കാലം ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പ്രവാചകനായി, നമ്മുടെ പ്രതിനിധിയായി, നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായി നമ്മളോടൊപ്പം ഉണ്ടാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഈ അവാർഡ് പുരസ്കാരം കൊടുക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെ ആദരിക്കുകയും സമൂഹപക്ഷം അവരെ വീണ്ടും അവതരിപ്പിക്കുകയുമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ആതുര മേഖലയിൽ വളരെയധികം പ്രഗത്ഭമതികൾ നമുക്കുണ്ട്. അതിൽ കാരുണ്യവും സ്നേഹവും ചാലിച്ചു ചാർത്തി സേവനം നടത്തിയ പ്രഗത്ഭനായ AK വേണുഗോപാലിനാണ് ഇത്തവണ പുരസ്കാരത്തിന് അർഹനായത്. ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ P ഇന്ദിര, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP രാജേഷ്, P ഷമീമ, VK ശ്രീലത, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളയാവൂർ, കൌൺസിലർമാരായ TO മോഹനൻ, KP അബ്ദുൾ റസാഖ്, T രവീന്ദ്രൻ, PV ജയസൂര്യൻ എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ.